പാടൻ ദർബാർ സ്ക്വയർ നേപ്പാളിലെ കാഠ്മണ്ഡു താഴ്വരയിലെ പാടൻ എന്ന നഗരത്തിലാണ്. ഇതൊരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണ്. പുരാതന കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, നടുമുറ്റങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ ചത്വരം നേപ്പാളിലെ സമ്പന്നമായ വാസ്തുവിദ്യയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും തെളിവാണ്. ന്യൂവാർ ശില്പികളുടെ കരവിരുതാണ് ഇവിടുത്തെ കെട്ടിടങ്ങളിൽ കാണാൻ കഴിയുന്നത്. 18ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പഴയ കൊട്ടാരം ഇപ്പോൾ പാടൻ മ്യൂസിയമായി പ്രവർത്തിക്കുന്നുണ്ട്. കൃഷ്ണ മന്ദിർ, ഭീംസെൻ ക്ഷേത്രം എന്നിവയും ഈ ചത്വരത്തിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാണ്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ നഗരം ഹിന്ദുമതവുമായും ബുദ്ധമതവുമായും അടുത്ത ബന്ധം പുലർത്തുന്നു. ഈ ചത്വരം കളിമൺ കൊത്തുപണികൾ, പ്രതിമകൾ തുടങ്ങിയവ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പാടൻ നഗരം പരമ്പരാഗതമായ ലോഹ മരപ്പണികൾക്കും അറിയപ്പെടുന്നു. 136 നടുമുറ്റങ്ങളും 55 പ്രധാന ക്ഷേത്രങ്ങളും ഈ ചത്വരത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതിമനോഹരമായ ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, ശില്പങ്ങൾ എന്നിവയുടെ ഒരു ശേഖരമാണിത്. ബിസി 3ാം നൂറ്റാണ്ടിൽ കിരാത് രാജവംശമാണ് പട്ടൺ സ്ഥാപിച്ചത്. 6ാം നൂറ്റാണ്ടിൽ ഇത് വികസിപ്പിച്ചു. ഈ ചതുരം മല്ല രാജാക്കന്മാരുടെ കാലത്താണ് അഭിവൃദ്ധി പ്രാപിച്ചത്. പല ഘടനകളും 17ാം നൂറ്റാണ്ടിൽ സിദ്ധി നർസിംഗ് മല്ലയുടെയും അദ്ദേഹത്തിന്റെ മകൻ ശ്രീനിവാസ് സുകൃതിയുടെയും ഭരണകാലത്താണ് നിർമ്മിച്ചത്. 2015 ഭൂകമ്പത്തിൽ ഈ ചതുരം വളരെ വലിയ നാശനഷ്ടങ്ങൾക്ക് വിധേയമായി. എന്നാൽ പിന്നീട് അത് പുനർനിർമ്മിച്ചു. പട്ടൺ ദർബാർ സ്ക്വയറിൽ നെവാരി വാസ്തുവിദ്യയ്ക്ക് പുറമെ ഹൈന്ദവ ബുദ്ധ സ്വാധീനങ്ങളും കാണാം. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും വാതിലുകൾ, ജനലുകൾ, മേൽക്കൂരകൾ എന്നിവയെല്ലാം വളരെ മനോഹരമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഭൂരിഭാഗം കെട്ടിടങ്ങളും ഇഷ്ടിക, മരം, കല്ല് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ സ്വർണം പൂശിയ മേൽക്കൂരകളും കാണാം. മല്ല രാജാക്കന്മാരുടെ പഴയ കൊട്ടാരത്തിനുള്ളിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലെ കല, സംസ്കാരം, ചരിത്രം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെയുണ്ട്. കൃഷ്ണ മന്ദിർ, 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്നു. 21 സ്വർണ്ണ കൊത്തളങ്ങളും മഹാഭാരതം, രാമായണം എന്നിവയിലെ കഥകൾ കൊത്തിയ ചിത്രങ്ങളും ഇതിന്റെ സവിശേഷതകളാണ്. കൃഷ്ണ മന്ദിർ, 17ാം നൂറ്റാണ്ടിൽ സിദ്ധ നരസിംഹ മല്ല രാജാവ് നിർമ്മിച്ച ഈ ക്ഷേത്രം കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൃഷ്ണക്ഷേത്രം, 17 നൂറ്റാണ്ടിൽ നിർമ്മിച്ച ശികാര ശൈലിയിലുള്ള ക്ഷേത്രമാണിത്. ഭീംസെൻ ടെമ്പിൾ, 1680 നിർമ്മിച്ച ഈ ക്ഷേത്രം മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമനെ സമർപ്പിച്ചിട്ടുള്ളതാണ്. ശക്തിയുടെയും കച്ചവടത്തിന്റെയും ദേവനായ ഭീംസെൻ ന്യൂവാരി ജനതയുടെ ഒരു പ്രധാന ആരാധനാമൂർത്തി കൂടിയാണ്. ഈ ക്ഷേത്രം 1680 ശ്രീനിവാസ മല്ല രാജാവാണ് നിർമ്മിച്ചത്. ഇതിനെ പ്രധാനമായും തിരിച്ചറിയുന്നത് ഇതിന്റെ മനോഹരമായ വാസ്തുവിദ്യയും 3 പരസ്പരം ബന്ധിപ്പിച്ച സ്വർണ്ണ ജനലുകളുമാണ്. ക്ഷേത്രത്തിന്റെ മുൻഭാഗം സ്വർണവും വെള്ളിയും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രം നിരവധി ഭൂകമ്പങ്ങളെ അതിജീവിച്ചു, പലതവണ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 2015 ഭൂകമ്പത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും അതിന്റെ ആദ്യ രൂപം നിലനിർത്തിക്കൊണ്ട് 2022 പൂർണ്ണമായും പുനർനിർമ്മിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ ചിത്രങ്ങളെടുക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. വിശ്വനാഥ് ടെമ്പിൾ, 1627 നിർമ്മിച്ച ഈ ക്ഷേത്രം ശിവഭഗവാൻ സമർപ്പിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ശിവക്ഷേത്രങ്ങളിൽ കാണുന്നതിന് സമാനമായ ലൈംഗിക കൊത്തുപണികളുണ്ട്. പട്ടണിലെ വിശ്വനാഥ ക്ഷേത്രം കാഠ്മണ്ഡു നഗരത്തിലെ പത്താൻ ദർബാർ സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഹൈന്ദവ ക്ഷേത്രമാണ്. ഇത് ഹിന്ദു ദേവനായ ശിവൻ സമർപ്പിച്ചിരിക്കുന്നു. പ്രത്യേകത: ത്രിതല ക്ഷേത്രം സന്ദർശിക്കേണ്ട സമയം: എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. പ്രധാന ഉത്സവങ്ങൾ: ശിവരാത്രി, പ്രധാന ആകർഷണങ്ങൾ, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മരപ്പണികൾ, ദർബാർ സ്ക്വയറിലെ മറ്റ് ചരിത്ര സ്മാരകങ്ങൾ. വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും പ്രാർത്ഥിക്കാനും കഴിയും. ക്ഷേത്ര പരിസരത്ത് ഷൂസ്, ചെരുപ്പുകൾ എന്നിവ ധരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഷൂസ് ഊരി മാറ്റേണ്ടതാണ്. ക്ഷേത്ര പരിസരത്ത് പുകവലി, മദ്യപാനം എന്നിവ നിരോധിച്ചിരിക്കുന്നു.
പത്താൻ ദർബാർ സ്ക്വയർ അതിന്റെ വാസ്തുവിദ്യയ്ക്കും ചരിത്രപരമായ പ്രാധാന്യത്തിനും പേരുകേട്ടതാണ്. കൂടാതെ ഇത് നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. തലേജു ഭവാനി ടെമ്പിൾ മല്ല രാജാക്കന്മാരുടെ കുടുംബ ദേവതയായിരുന്ന തലേജു ഭവാനിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. 1667 ശ്രീനാസ് മല്ല രാജാവിന്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. ഈ ക്ഷേത്രം 3 നിലകളുള്ളതാണ്. കൂടാതെ യന്ത്രരൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ഇതൊരു സംഗീത രേഖയാണെന്നും ഐതിഹ്യമുണ്ട്. തലേജു ഭവാനിയാണ് നേപ്പാളിലെ കുമാരി ആരാധനയുടെ ഉറവിടം. ഈ ക്ഷേത്രം വർഷത്തിൽ ഒരിക്കൽ ദസറ ഉത്സവത്തോടനുബന്ധിച്ച് 9ാം ദിവസമായ നവമിയിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു. പത്താൻ ദർബാർ സ്ക്വയർ കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണ്. മുൾചൌക്ക്, സുന്ദരി ചൌക്ക്, കേശവ് നാരായൺ ചൌക്ക്. കൊട്ടാരത്തിനുള്ളിലെ ഈ 3 പ്രധാന മുറ്റങ്ങൾ കൊത്തുപണികളുള്ള തൂണുകൾ, ശില്പങ്ങൾ, പുരാതന കലാസൃഷ്ടികൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇത് 1665 യഥാർത്ഥ കെട്ടിടങ്ങൾ കത്തിനശിച്ചതിനു ശേഷം നിർമ്മിക്കപ്പെട്ടു. 2015 ഭൂകമ്പത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും വിപുലമായ പുനർനിർമ്മാണം ആവശ്യമായി വരികയും ചെയ്തു. മല്ല രാജാക്കന്മാരുടെ കൊട്ടാരത്തിലെ പ്രധാന ഇടമായി ഇത് പ്രവർത്തിച്ചു. അവിടെ മതപരമായ ചടങ്ങുകളും രാജകീയ ചടങ്ങുകളും പ്രധാന കോടതി പ്രവർത്തനങ്ങളും നടന്നിരുന്നു. മുൾചൌക്കിന്റെ മധ്യഭാഗത്ത് മല്ല രാജാക്കന്മാരുടെ സംരക്ഷക് ദേവതയായ എന്താജുവിനായി സമർപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. മുൾചൌക്കിന്റെ വാതിൽപ്പടി ഗംഗ, യമുന എന്നീ നദീദേവതകളുടെ പ്രതിമകളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഈ ചൌക്ക് പുരാതന വാസ്തുവിദ്യയുടെയും കൊത്തുപണികളുടെയും മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ കൊത്തുപണികളും വാസ്തുവിദ്യയും ചരിത്ര പ്രാധാന്യമുള്ളതാണ്. അതിനാൽ തന്നെ ചരിത്രകാരന്മാർക്കും വാസ്തുവിദ്യയിൽ താൽപ്പര്യമുള്ളവർക്കും ഇതൊരു പ്രധാന ആകർഷണമാണ്. കൂടാതെ ഈ ചൌക്ക് പാട്ടൻ നഗരത്തിലെ പ്രധാന ഉത്സവമായ ബുംഗാദ്യഹ ജത്ര എന്ന രഥോത്സവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരിടം കൂടിയാണ്. കുംഭേശ്വർ ക്ഷേത്രം ഇത് ശിവന്റെ മറ്റൊരു രൂപമായ കുംഭേശ്വരൻ സമർപ്പിച്ചിരിക്കുന്നു. കുംഭേശ്വർ ക്ഷേത്രം ഈ 5 നിലകളുള്ള പഗോഡ ശൈലിയിലുള്ള ക്ഷേത്രം ശിവഭഗവാനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജനൈ പൂർണിമ ഉത്സവ സമയത്ത് ഈ ക്ഷേത്രത്തിലേക്ക് ധാരാളം ആളുകൾ വരുന്നു. മഹാബൗദ്ധ ക്ഷേത്രം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. മഹാബോധ ക്ഷേത്രം 1585 പണികഴിപ്പിച്ച ഈ ക്ഷേത്രം 1000 ബുദ്ധന്മാരുടെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കാരണം ഇവിടുത്തെ ഓരോ ഇഷ്ടികയിലും ബുദ്ധന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രം ഇത് ശിവന്റെ മറ്റൊരു രൂപമായ കുംഭേശ്വരൻ സമർപ്പിച്ചിരിക്കുന്നു. കുംഭേശ്വർ ക്ഷേത്രം ഈ 5 നിലകളുള്ള പഗോഡ ശൈലിയിലുള്ള ക്ഷേത്രം ശിവഭഗവാനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജനൈ പൂർണിമ ഉത്സവ സമയത്ത് ഈ ക്ഷേത്രത്തിലേക്ക് ധാരാളം ആളുകൾ വരുന്നു. മഹാബൗദ്ധ ക്ഷേത്രം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. മഹാബോധ ക്ഷേത്രം 1585 പണികഴിപ്പിച്ച ഈ ക്ഷേത്രം 1000 ബുദ്ധന്മാരുടെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കാരണം ഇവിടുത്തെ ഓരോ ഇഷ്ടികയിലും ബുദ്ധന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. മഹാബോധി ക്ഷേത്രം പത്താൻ ദർബാർ സ്ക്വയറിലെ ബുദ്ധമത ആരാധനാലയമാണ്. ഇത് നേപ്പാളിലെ കാഠ്മണ്ഡു താഴ്വരയിലുള്ള പുരാതന നഗരമായ പത്താനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ബുദ്ധന്റെ ജീവിതത്തിലെ പ്രധാന സംഭവമായ ജ്ഞാനോദയത്തെ അനുസ്മരിക്കുന്നു. ഇത് ബുദ്ധമത വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുമാണ്. ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തുള്ള ഉയരം കൂടിയ ഗോപുരം ബുദ്ധന്റെ ജ്ഞാനോദയ സ്മരണിക 5 അല്ലെങ്കിൽ 6 നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇഷ്ടിക് കൊണ്ടുള്ള പുരാതന ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ബുദ്ധന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ ജ്ഞാനോദയം നടന്ന ബോധഗയയിലെ മഹാബോധി ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റുമുണ്ട് 4 ചെറിയ ഗോപുരങ്ങൾ. ഉയരം കൂടിയ കൽവേദികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ബുദ്ധമത വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇത്. മഹാബോധി ക്ഷേത്രം ബുദ്ധമത വിശ്വാസികൾക്ക് മാത്രമല്ല, ചരിത്രത്തെയും വാസ്തുവിദ്യയെയും സ്നേഹിക്കുന്നവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്ഷേത്രം ബുദ്ധമത വിശ്വാസികളുടെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നു.
ഹരിശങ്കർ ക്ഷേത്രം വിഷ്ണുവിന്റെയും ശിവന്റെയും കൂടിച്ചേർന്ന രൂപമായ ഹരിശങ്കരൻ സമർപ്പിച്ചിരിക്കുന്നു. ഹരിശങ്കർ ക്ഷേത്രം ഈ ക്ഷേത്രം മഹാവിഷ്ണുവിനും ശിവനും സമർപ്പിച്ചിരിക്കുന്നു. നരകത്തിലെ പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നേപ്പാളിലെ ലളിത്പൂർ നഗരത്തിന്റെ മധ്യഭാഗത്താണ് പാലത്തിന് 3 നിലകളുണ്ട്. 1745 യോഗനരേന്ദ്ര മല്ല രാജാവിന്റെ മകളാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിന് മുകളിലുള്ള മേൽക്കൂരയിൽ നരകത്തിലെ ശിക്ഷകളെക്കുറിച്ചുള്ള കൊത്തുപണികൾ കാണാം. 2015 ഭൂകമ്പത്തിൽ ഈ ക്ഷേത്രം പൂർണ്ണമായി തകർന്നുപോയിരുന്നു. ഭവാനി ക്ഷേത്രം എന്നിവയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഇവിടുത്തെ ക്ഷേത്രങ്ങളും കൊട്ടാത്രം പാടൽ ചൌക്കിലെ ഗണേശ ക്ഷേത്രം നേപ്പാളിലെ കാഠ്മണ്ഡു താഴ്വരയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പാടൽ നഗരത്തിലെ പ്രധാന ചത്വരത്തിലാണ്. ഈ ക്ഷേത്രം ഗണേശ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു. പാടൽ ചൌക്കിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പട്ടാൻ ദർബാർ സ്ക്വയർ ലളിത്പൂർ ദാദ്യാനെ നേപ്പാൾ ഗണേശ ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്നു. പാടൽ ചൌക്കിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പാടൽ ചൌക്കിലെത്തുന്ന സന്ദർശകർ ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. ഇതിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ദേഗുട്ടല്ലെ ക്ഷേത്രം. ഈ ക്ഷേത്രം ഒരു 3 നിലകളുള്ള കെട്ടിടമാണ്. ഇതിന്റെ താഴത്തെ നില ഇഷ്ടികൊണ്ടും മുകളിലത്തെ നില തടി കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിന് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും വാസ്തുവിദ്യയും കാരണം വളരെ വലിയ പ്രാധാന്യമുണ്ട്. പത്താൻ ദർബാർ സ്ക്വയർ കാഠ്മണ്ഡു താഴ്വരയിലെ 3 ദർബാർ സ്ക്വയറുകളിൽ ഒന്നാണ്. ഇത് ലളിത്പൂർ നഗരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഇത് ഒരു യുനെസ്കോ ലോക പൈതൃക സ്ഥലമാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചത്വരം, രാജകൊട്ടാരം, മറ്റ് സ്മാരകങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ചരിത്രപരമായ കെട്ടിടങ്ങളും സ്മാരകങ്ങളും ഈ പ്രദേശത്തുണ്ട്. പത്താനിലെ പുരാതന വാസ്തുവിദ്യയിൽ 4 ചെറിയ സ്തൂപങ്ങളുണ്ട്. ഇത് പത്താന്റെ 4 കോണുകളായി കണക്കാക്കുന്നു. അശോക ചക്രവർത്തി ഈ സ്തൂപങ്ങൾ നിർമ്മിച്ച ശേഷം താഴ്വരയിൽ ബുദ്ധമതം അഭിവൃദ്ധിപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിന് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും വാസ്തുവിദ്യയും കാരണം വളരെ വലിയ പ്രാധാന്യമുണ്ട്. നരസിംഹ മന്ദിർ ക്ഷേത്രം നരസിംഹത്തിന് സമർപ്പിച്ചിരിക്കുന്നു. ബംഗ്ലമുഖി ക്ഷേത്രം ബംഗ്ലമുഖി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ജഗത് നാരായൺ ക്ഷേത്രം പത്താൻ നഗരത്തിലെ കാഠ്മണ്ഡു താഴ്വര ദർബാർ സ്ക്വയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വിഷ്ണു ഭഗവാന് സമർപ്പിച്ചിട്ടുള്ളതാണ്. വാസ്തുവിദ്യയുടെയും ചരിത്രപരമായ പ്രാധാന്യത്തിന്റെയും കാര്യത്തിൽ ഈ ക്ഷേത്രം 4 ദിക്കുകളിലായി സ്ഥിതി ചെയ്യുന്നു. ജഗത് നാരായൺ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. വിഷ്ണു ഭഗവാനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനുമാണ് വിഷ്ണു. ഈ ക്ഷേത്രം ഒരു പ്രധാന ആരാധനാലയമാണ്. കൂടാതെ ഭക്തജനങ്ങൾക്കും സന്ദർശകർക്കും ആശ്വാസവും നേപ്പാളിന്റെ പൈതൃകവുമായി ബന്ധപ്പെടാനുള്ള ഒരിടവുമാണ്. ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ വളരെ ആകർഷകമാണ്. അതിമനോഹരമായ കൊത്തുപണികളും രൂപകൽപ്പനയും ഇതിന്റെ പ്രത്യേകതയാണ്. ഇവിടെ പതിവായി പൂജകളും മറ്റ് അനുഷ്ഠാനങ്ങളും നടക്കുന്നു. ഇത് വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട ആരാധനാരീതികളെക്കുറിച്ചും സന്ദർശകർക്ക് നേപ്പാളിലെ പതനിലെ മഹബോധയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബുദ്ധവിഹാരമാണ് രുദ്രവർണ്ണ മഹാവിഹാർ. ഇതിനെ ഉഗുബഹ എന്നും പ്രാദേശികമായി അറിയപ്പെടുന്നു. ബുദ്ധമതത്തിന്റെയും നെവാർ സമൂഹത്തിന്റെയും ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരിടമാണിത്. കരകൗശലവിദ്യകൾ, പാത്രനിർമ്മാണം, തടി കൊത്തുപണി, ലോഹനിർമ്മാണം എന്നിവ ഇവിടെ കാണാം. സ്ക്വയറിന് ചുറ്റുമുള്ള ഇടുങ്ങിയ ഇടവഴികളിൽ പ്രാദേശിക കമ്പോളങ്ങളും കടകളും കാണാം. സമായി ബാജി, ചതമരി, യോമരി തുടങ്ങിയ തനതായ ന്യൂവാർ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. പട്ടൻ ദർബാർ സ്ക്വയർ നേപ്പാളിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും തനതായ വാസ്തുവിദ്യയുടെയും മകുടോദാഹരണമാണ്. Patan Darbar Square, located in Lalitpur, Nepal, is a historical landmark and a UNESCO World Heritage Site.
It's a complex of palaces, temples, and courtyards showcasing Niwa architecture and culture. The square is renowned for its intricately designed buildings, statues, and shrines, offering a glimpse into the region's rich history and artistic heritage. The square is a masterpiece of Niwa architecture, featuring a blend of Hindu and Buddhist influences. Notable structures include Krishna Mandir, Bhimsen Temple, Vishwanath Temple, and Keshav Narayan Chowk. Pattern Museum, housed within the square, the museum offers a deep dive into the region's history, art, and culture through well-curated displays and explanatory notes. Patan Darbar Square is not just a historical site but also a vibrant cultural center. Visitors can explore the intricate details of the buildings, admire the statues and shrines, and immerse themselves in the square's rich atmosphere. The square offers a chance to witness the local life and culture as people go about their daily activities amidst the historical setting. The square is wheelchair accessible, ensuring that visitors with disabilities can also enjoy its beauty. Entry tickets are required for foreign nationals, with options for extending the ticket for multiple days. Patan Darbar Square is a must-visit destination for anyone interested in history, architecture, and culture. The square is a prime example of the unique Newari architectural style, characterized by multi-tiered pagoda-style roofs, intricately carved wooden elements, stone sculptures, and metalwork. The square is dotted with numerous temples and shrines dedicated to various Hindu and Buddhist deities, each showcasing intricate carvings and demonstrating the religious harmony that has prevailed in the region for centuries. A significant portion of the square is occupied by the ancient royal palace where the Malla kings of Lalitpur resided. The palace complex, built primarily in the 17th century, is a stunning display of Newari art and architecture, including elaborately carved doors, windows, and pillars. The palace complex features three main courtyards: Mal Chowk, the central and oldest, Sundari Chowk, known for its beautiful sunken bath, Tasha Haitai, and Keshav Narayan Chowk, now housing the Patan Museum. These courtyards were once bustling centers of royal life and religious ceremonies. Krishna Mandir, arguably the most prominent temple in the square, this 17th century masterpiece is built entirely of stone in the Shikara style, a feature more common in North India than Nepal. Its walls are adorned with intricate carvings depicting scenes from the Mahabharata and Ramayana. The temple houses a Krishna icon on the first floor and a Shiva Linga on the second. Bhimsen Temple, dedicated to Bhimsen, the mighty Pandava from the Mahabharata, this temple is notable for its three gilded windows and serves as a significant site for local merchants who worship Bhimsen as the god of trade and business. Vishwanath Temple, dedicated to Lord Shiva, this temple features ornate wood carvings and is known for the presence of a Nandi bull statue and stone elephants at its entrance. Talaju Bhavani Temple, a towering five-tiered pagoda dedicated to the Malla king's personal deity. This temple is only open to the public once a year during the Dosain festival. Patan Museum, located within the Keshav Narayan Chowk, the Patan Museum showcases a remarkable collection of ancient bronze and gilt copper artifacts, including statues of Hindu and Buddhist deities, ritual objects, and architectural elements. The square is deeply connected to the Niwa people, the indigenous inhabitants of the Kathmandu Valley, whose vibrant traditions,
festivals, and artisanal skills are intricately woven into the fabric of the square. The presence of both Hindu and Buddhist temples and shrines side by side demonstrates the unique religious tolerance and cultural fusion characteristic of Nepal. The square comes alive with colorful celebrations and rituals throughout the year, including Krishnastami and the Rato Makindranath Jatra, a spectacular chariot festival that blends Hindu and Buddhist traditions. According to Project Samagam Earthquake Impact, the 2015 Nepal earthquake caused significant damage to several structures in Patan Durbar Square. Significant restoration efforts, involving the Nepalese Department of Archaeology, the Kathmandu Valley Preservation Trust UNESCO, and international partners like Austria, Germany, and Japan, have been undertaken to rebuild and restore the damaged structures while preserving their historical authenticity. The restoration work has been instrumental in the revival of traditional Niwa craftsmanship, empowering local artisans and ensuring the transmission of these ancient skills to future generations. The square is a prime example of Niwa architecture. Known for its intricate details, use of brick and wood, and specific design elements like multi-tiered roofs and carved windows, the Durbar Square also features palaces, including the former Royal Palace, which now houses the Patan Museum. These palaces often include courtyards, balconies, and intricately designed windows. Numerous statues and monuments, often depicting religious figures or historical personalities, are scattered throughout the square. The entire square is paved with red bricks, adding to the visual appeal and historical character of the site. Historical and cultural significance. The square showcases a harmonious blend of Hindu and Buddhist architectural styles, reflecting the diverse cultural and religious landscape of Patan. The square's architecture is intertwined with the vibrant arts and crafts scene of Patan, with skilled artisans contributing to the intricate details of the buildings. Temples like the Krishna Mandir have tall, curved roofs that resemble mountain peaks, combining North Indian and indigenous elements. Krishna Mandir, this three-story stone temple is dedicated to Lord Krishna and features intricate carvings depicting scenes from the Mahabharata and Ramayana epics. It is one of the most important structures in the square and was built in the Shikhara style. Mahabuddha Temple, a Buddhist temple made of terracotta bricks. It is known for its hundreds of Buddha images engraved on the bricks. It is considered a fine example of terracotta work and is a significant structure for both commoners and connoisseurs of arts and crafts. Golden Temple, Hiranyavarna Mahavihara, this ancient Buddhist monastery, built in the 12th century by King Bhaskaradev, is known for its beautiful architecture and intricate details. It features statues of peacocks, elephants, lions, Garuda, and Vajras. Vishwanath Temple, dedicated to Lord Shiva, this temple houses a lingam and is known for the two large stone elephants guarding its entrance and a bull's idol on the other side. It was built in 1627 during the reign of King Siddhana Singh Malla. Digutal Mandir, this is a temple dedicated to the family deity of the Malla kings. Jagat Narayan Temple, this temple is dedicated to Lord Vishnu. Rudravarna Mahavihar, another ancient Buddhist monastery located near the square, known for its rich collection of statues and artifacts. Ganesh Mandir, a small but active temple dedicated to Lord Ganesh, often visited by locals for daily worship. Bhimsen Temple, dedicated to Bhimsen,
the strawman of the Mahabharata, this temple, built in 1680, is easily identifiable by its three gilded windows. It holds special significance for local merchants, as Bhimsen is also revered as the patron of traders. The temple has been rebuilt multiple times due to fire and earthquakes. Vishwanath Temple, Shiva temple dedicated to Lord Shiva. This two-tiered pagoda temple built in 1627 features ornate wood carvings and erotic carvings on its roof supports, a common motif in Shiva temples in the Indian subcontinent. Two stone elephants guard the entrance, and a bronze statue of Nandi, Shiva's mount, faces the shrine. Telaju Bhavani Temple, this five-story, triple-roof pagoda temple is dedicated to Telaju Bhavani, the personal deity of the Malla kings. It was built by King Siddhi Narsingh Malla in 1640 and rebuilt in 1667 after a fire. The temple is open to the public only once a year during the Dasain festival. Hauri Shankar Temple, this temple, dedicated to Hauri Shankar, a hybrid deity combining attributes of Vishnu and Shiva, was built in the early 18th century by King Yuganarendra Malla's daughter. It was damaged in the 2015 earthquake but has been reconstructed. Monuments and courtyards, Pattern Museum, housed within the former royal palace in Keshav Narayan Chowk. This museum offers a fascinating journey through centuries of Nepalese art, architecture, and spirituality.